നമ്മുടെ നാട്ടിലെ തെരുവുകളിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ യാത്രക്കാരും കുട്ടികളും അമ്മമാരും ഒരുപോലെ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് തെരുവ് നായകളുടെ ആക്രമണമാണ്. കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ, മുതിർന്നവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, വഴിയാത്രക്കാരുടെ മരണങ്ങൾ തുടങ്ങി എത്രയോ ദുരൂഹമായ വാർത്തകളാണ് ദിവസവും നമ്മൾ കേൾക്കേണ്ടി വന്നിരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അതീവ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവ് നായ്കളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് പുറപ്പെടുവിച്ച ഉത്തരവുകളിൽ യാതൊരുവിധ മാറ്റവും വരുത്തില്ലെന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ വിഷയത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോയാൽ 2025 നവംബറിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയ ഉത്തരവായിരുന്നു അത്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ പൊതുയിടങ്ങളിൽ നിന്നും തെരുവ് നായ്കളെ പൂർണ്ണമായും മാറ്റണം എന്നതായിരുന്നു ആ ഉത്തരവ്. എന്നാൽ ഈ ഉത്തരവ് വന്നിട്ടും സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഇതിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടും ഇതിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ആനിമൽ വെൽഫെയർ ബോർഡ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചത്. എന്നാൽ ഇപ്പോൾ ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഈ വിഷയത്തിൽ സമർപ്പിക്കപ്പെട്ട എല്ലാ പുനഃപരിശോധനാ ഹർജികളും ഭേദഗതി ഹർജികളും പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കോടതി വളരെ കർശനമായി പറഞ്ഞു, ആ ഉത്തരവിൽ ഇനി യാതൊരുവിധ ഭേദഗതി ഉണ്ടാകില്ല. പൊതുസ്ഥാപനങ്ങളിൽ നിന്നും നായകളെ മാറ്റണം എന്ന ഉത്തരവ് പാലിക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയെ സുപ്രീം കോടതി വളരെ ഗൗരവത്തോടെയാണ് വിലയിരുത്തിയത്. ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്കുണ്ടായ അനാസ്ഥ ഭീതിജനകമാണെന്നും കോടതി നിരീക്ഷിച്ചു. കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്നത് നായകളുടെ ഭീഷണിയില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശത്തെയും ഉൾക്കൊള്ളുന്നു എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന തെരുവുനായ ആക്രമണങ്ങളെ കോടതി അത്യന്തം ഗൗരവത്തോടെയാണ് കാണുന്നത്. കുട്ടികൾക്കും യാത്രക്കാർക്കും പ്രായമായവർക്കും എല്ലാം കടിയേൽക്കുന്ന ദയനീയമായ അവസ്ഥ, നാട്ടിലുണ്ടാകുന്ന കഠിനമായ യാഥാർത്ഥ്യങ്ങൾ, ഇതൊന്നും കോടതിക്ക് കാണാതെ പോകാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലും അവയെ പൊതുയിടങ്ങളിൽ നിന്നും മാറ്റുന്നതിലും സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായ ശ്രമങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രാജ്യത്തെ ഹൈക്കോടതികൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി കൃത്യമായി ഒരു 2-അംഗ ബെഞ്ച് രൂപീകരിക്കണം എന്നും സുപ്രീം കോടതി ഹൈക്കോടതികളോട് ആവശ്യപ്പെട്ടു. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ ഹൈക്കോടതി ബെഞ്ചുകളുടെ നിരീക്ഷണത്തിലായിരിക്കും ഇനി നടപടികൾ നടക്കുക. എത്രയോ വർഷങ്ങളായി നമ്മൾ ഈ ABC ചട്ടങ്ങളെക്കുറിച്ചും മദ്യകരണത്തെക്കുറിച്ചും കേൾക്കുന്നു. എന്നാൽ എത്രയിടത്ത് ഇത് വിജയിച്ചു? സുപ്രീം കോടതി വ്യക്തമാക്കിയത് എന്തെന്നാൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഏകോപിത ശ്രമം നടത്തണം എന്നാണ്. പൊതുജനക്ഷേമത്തിനും മനുഷ്യജീവനുമാണ് ഏറ്റവും വലിയ വിലയുള്ളതെന്ന് കോടതി ഈ വിധിയിലൂടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനിയെങ്കിലും നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരുകളും ഉണർന്നു പ്രവർത്തിക്കുമോ? പൊതുസ്ഥാപനങ്ങളിൽ നിന്നും, സ്കൂൾ പറമ്പുകളിൽ നിന്നും, ആശുപത്രികളിൽ നിന്നും തെരുവ് നായകൾ മാറ്റപ്പെടുമോ? സുപ്രീം കോടതിയുടെ ഈ ശക്തമായ ഇടപെടലിലൂടെ നമ്മുടെ തെരുവുകളിൽ ജനങ്ങൾക്ക് ഭയമില്ലാതെ നടക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ മുഖ്യമായ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തൂ.